നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് റമദാനിൽ നിങ്ങൾക്ക് തീരെ എനർജി ഇല്ലാത്തത് എന്നുള്ളത്? നിങ്ങൾ നാളേക്കുള്ള ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, പക്ഷേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെ വർക്കിലാണെങ്കിലും സ്റ്റഡീസിലാണെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങാനോ അല്ലെങ്കിൽ ബെഡിൽ കിടക്കാനോ ആണ്. ആ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗോ അല്ലെങ്കിൽ ഡിസിനെസ്സോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റമദാൻ അല്ലേ, ഫാസ്റ്റിംഗ് അല്ലേ, എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെ അല്ലേ കാരണം എന്നുള്ളത്. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഇറ്റ് ഈസ് നോട്ട്. റീസെൻ്റ്ലി ഈ റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ ഔട്ട്ലേഴ്സ് ക്ലബ്ബിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു 30 ഡേ ലൈഫ് റീസെറ്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ചലഞ്ചിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വെറും 4 പില്ലേഴ്സിലാണ്. സംതിങ് ഫോർ മൈൻഡ്, മെഡിറ്റേഷൻ, ജേർണലിങ്, അങ്ങനെ എന്തെങ്കിലും. സംതിങ് ഫോർ ദ ബോഡി, ഏത് ടൈപ്പ് വർക്കൗട്ട്, വാക്കിംഗ്, റണ്ണിങ്, ജിമ്മ് പോലെ ഏതും ആയിക്കോട്ടെ. കീപ്പിംഗ് ഡോപ്പമീൻ ഹൈജീൻ, മൂന്നാമത്തത്. അതായത് സ്ക്രോളിങ്ങോ ജങ്ക് ഫുഡോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നാലാമത്തത് സംതിങ് ഫോർ ഫെയ്ത്ത്, പ്രേയേഴ്സ്, ഖുറാനോദ, ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഈ 4 പില്ലേഴ്സ് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റമദാനിൽ അടിപൊളിയായിട്ട് പ്രോഗ്രസ് ഉണ്ടാക്കുകയാണെന്നുള്ളത്. അത് ശരിയാണ്. പക്ഷേ ഞാൻ ആ ചലഞ്ചിലൂടെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈവൻ ഈ 4 കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, സ്ലിപ്പ് ആവുമായിരുന്നു. പേഴ്സണലി എൻ്റെ റൂട്ടീനാണെന്നുണ്ടെങ്കിലും എൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും എൻ്റെ ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആകെ സ്ലിപ്പ് ആവുമായിരുന്നു. ഞാൻ രാത്രി നേരത്തെ കിടക്കാതെ നോർമലി 9:30 കിടക്കണ ഞാൻ 11:30, 12:30 അങ്ങനെ ഭയങ്കര രീതിയിൽ ലേറ്റ് ആവുന്നുണ്ട്. ചില ദിവസം 1 AM 2 AM അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. രാത്രി ബ്രദേഴ്സിൻ്റെ കൂടെ മിനിമലിറ്റി കളിച്ചാണ്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ഞാൻ. മൂവ്മെൻ്റ് ഉണ്ട്, അതുപോലെ പ്രയേഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഖുറാൻ ഓതുന്നുണ്ട്, അതുപോലത്തെ ഡോപ്പമിൻ ഹൈജീൻ കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കൊരു കറക്റ്റ് റൂട്ടീനോ സ്ട്രക്ചറോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ സുഹൂറിന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും, എന്നിട്ട് പിന്നെ ഭയങ്കര ലേറ്റ് ആയിക്കാണ്ട് 10 മണിയോ 11 മണിയോ ചിലപ്പോൾ ഉച്ചക്കാവും എണീക്കാൻ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങും, ചിലപ്പോൾ നാപ്പ് എടുക്കും, എന്നിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുണ്ടാവാം. അങ്ങനെ മൊത്തത്തിൽ റൂട്ടീൻ ആകെ കൊളാപ്സായി. പക്ഷേ അന്ന് രാത്രി ഔട്ട്ലൈസ് ക്ലബ്ബിൽ പോയി പോസ്റ്റ് ഇടുമ്പോൾ ആ ചലഞ്ചിലുള്ള കാര്യങ്ങൾ ആ 4 പില്ലേഴ്സും കറക്റ്റ് ആയിക്കാണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ റൂട്ടീൻ്റെ കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വരുമ്പോൾ, എൻ്റെ ഹാബിറ്റ്സിൻ്റെ കേസിൽ വരുമ്പോൾ ഐ വാസ് റിയലി സ്ലിപ്പിംഗ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡീപ്പ് വർക്ക് അല്ലെങ്കിൽ കണ്ടൻറ്റിൽ ഇതിലൊക്കെ തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റാതായി. പഴയ ബാഡ് ഹാബിറ്റ്സുകൾ ഇങ്ങനെ തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഐ ഹാവ് ടു ഗെറ്റ് ഡിസിപ്ലിൻഡ് ഈവൻ ഇൻ റമദാൻ. ഇപ്പോൾ നിങ്ങളും വിശ്വസിക്കുന്നുണ്ടാവും, നിങ്ങളിപ്പോൾ 5 ടൈംസ് പ്രേ ചെയ്യുന്നുണ്ട്, അതുപോലെ ഖുറാൻ ഓതുന്നുണ്ട്, തറാവി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പക്ക പ്രോഗ്രസ് ആണ് ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ ഇത് ശരിക്കും നമ്മൾ ഈ ഒരു ഭാഗം മാത്രമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. ഒരു പക്ക സ്ട്രക്ചർ അല്ലെങ്കിൽ റൂട്ടീന് റമദാനിൽ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈ ഒരു ടൈമിൽ കൂടുതൽ മടിയന്മാരേ ആവുള്ളൂ, അല്ലാതെ ഡിസിപ്ലിൻ്റെ അല്ല ആവുക. ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം ക്ലാരിറ്റി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതും ക്ലാരിറ്റി കിട്ടും. സോ ഫസ്റ്റ് മിസ്റ്റേക്ക് ഈസ് സ്ലീപ്പ് കൊളാപ്സ്. സ്ലീപ്പ് സയൻസ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ്. ടോട്ടൽ അവേഴ്സ് ഓഫ് സ്ലീപ്പ് അല്ല ശരിക്ക് അവിടെ ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. എത്ര സ്ലീപ്പ് സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു സ്ലീപ്പ് സൈക്കിൾ ഏകദേശം വരെ 90 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു സിംഗിൾ സ്ട്രക്ചറിൽ ആദ്യം ലൈറ്റ് സ്ലീപ്പിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്ലോ വേവ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നു. പിന്നെ അവിടെ നിന്ന് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, റെം സ്ലീപ്പ് എന്ന് പറയുന്ന സ്ലീപ്പിലേക്ക് പോകുന്നു. ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റേജസ് ആയിട്ടായിരിക്കും നമ്മൾ സ്ലീപ്പ് വരിക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആ 90 മിനിറ്റ്സ് സൈക്കിൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഹോർമോൺ റെഗുലേഷൻസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമ്പൾസ് കൺട്രോള്, അതുപോലെ നമ്മളെ മൂഡ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്നത്, അതുപോലെ മെമ്മറി കൺസോൾട്ടേഷന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇടയിൽ ഇൻട്രപ്ഷൻസ് ഇല്ലാതെ ആ സ്ലീപ്പ് സൈക്കിൾസ് കംപ്ലീറ്റ് ആക്കുമ്പോൾ. പക്ഷേ നമ്മൾ റമദാനിൽ അധികം ആൾക്കാർ എങ്ങനെ ഉറങ്ങാം, ഫ്രാഗ്മെൻറ്റഡ് സ്ലീപ്പായിട്ടായിരിക്കും. ഇപ്പോൾ ടോട്ടൽ അവേഴ്സ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 9, 10, 11, 12 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ രാത്രി ഭയങ്കര രീതിയിൽ വൈകി, രാത്രി ഫുള്ള് ഇങ്ങനെ അലിഞ്ഞ് നടന്ന് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ വൈകി ഉറങ്ങി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൂറിന് എണീറ്റു. ആകെ 1, 2 ചിലപ്പോൾ 3 മണിക്കൂർ ഉറക്കം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് സൂറിന് നമ്മൾ ഫുഡ് കഴിച്ചാണ് നമ്മൾ നേരം എന്ത് ചെയ്തു, വീണ്ടും പോയി ഉറങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് ഉച്ചക്കൊക്കെ കയറി എണീക്കാം. എന്നിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഉറങ്ങി. ഇങ്ങനെ ടോട്ടൽ ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് ചിലപ്പോൾ 12-13 മണിക്കൂർ ഉണ്ടാവും. പക്ഷേ അതിൽ കംപ്ലീറ്റഡ് സൈക്കിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ എണീറ്റാണ്ട് അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഡീപ്പ് സ്ലീപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ എണീക്കുമ്പോൾ, റെം സ്ലീപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ എണീക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഫോഗ്, ലെത്താർജി, ടയേർഡ്നെസ്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, സെൽഫ് കൺട്രോൾ കിട്ടൂല, നമുക്ക് സ്ക്രോൾ ചെയ്യാൻ തോന്നും, ഡോപ്പമിൻ ക്രേവ് ചെയ്യും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നത്. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മളെ സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് തിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഭാഗം. അപ്പോൾ ആ ഒരു സംഭവത്തിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളതിന് മര്യാദക്ക് സ്ലീപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്കാണ് നോ മൂവ്മെൻറ്റ്. ഞങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടുമായിരുന്നു ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തിരുന്നത്, പാർട്ട്നേഴ്സായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ റമദാനാകുമ്പോൾ ഓനാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ എന്താ പറയുക വെച്ചാൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വെള്ളമില്ല. അപ്പോൾ ഈ മാസം നമുക്ക് എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, ഈ മാസം വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ ഒരു മാസം ഞങ്ങൾ റെസ്റ്റ് എടുക്കും, ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ എനർജി ഇല്ലല്ലോ, നമ്മൾ റെസ്റ്റ് എടുക്കും. എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ ആ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ജിമ്മിക്ക് വരാൻ തോന്നില്ല. അപ്പോൾ അതിന് മടി പിടിച്ചിട്ടുണ്ടാവും. റമദാനിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഭയങ്കര ഗെയിൻസ് ഉണ്ടാക്കണം, നമുക്ക് ഭയങ്കര മസിൽ ഉണ്ടാക്കണം, സെറ്റ് ആവണം എന്ന് പറഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആകെ ഒരു 2 ഗോൾ വെച്ചാൽ മതി.
ഒന്ന് നമ്മളെ ബോഡി നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഹാബിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക. രണ്ടാമത്തത് എന്ത് മസിലാണോ ഞാൻ അവിടെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്ത് പ്രോഗ്രസ് ആണോ ഞാൻ അവിടെ ഉണ്ടാക്കിയത്, എന്ത് സ്ട്രെങ്ത് ആണ് ഞാൻ അവിടെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്ത് വെയിറ്റ് ലോസ് ആണ് ഞാൻ അവിടെ ഉണ്ടാക്കിയത്, ആ ഒരു സംഭവം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അത്ര ആലോചിച്ചാൽ മതി. റമദാനിൽ ഒരിക്കലും ഭയങ്കര പ്രോഗ്രസ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഗോളിലൂടെ പോകേണ്ട ആവശ്യമില്ല. അതിൽ വർക്കൗട്ട് ചെയ്യുന്ന ടൈം നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ്താർ കഴിച്ചാണ്ട് ജസ്റ്റ് ലൈറ്റ് ആയിക്കാണ്ട് കഴിച്ചാണ്ട് വർക്കൗട്ട് ചെയ്യാൻ പോവുക. എന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നല്ല മീൽ കഴിക്കാം. അല്ലെങ്കിൽ ഇഫ്താറിന് തന്നെ ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് ഞാൻ ഒറ്റ മീലേ കഴിക്കുള്ളൂ, അത് അത്യാവശ്യം പ്രോട്ടീൻ ബേസ്ഡ് മീൽ കഴിച്ചിട്ട് എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യാൻ പോകും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ ഇരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർ ഈവൻ ഏർലി മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യണ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മാസം ഭയങ്കര രീതിയിൽ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ റെപ്പ് കൂടുതലൊക്കെ ചെയ്യാം. പക്ഷേ ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി മൂന്നാമത് ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്കാണ് ഫുഡ് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത്. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ നോമ്പെടുത്തതല്ലേ, ഫുഡും വെള്ളമൊന്നും കഴിക്കാത്തതല്ലേ, അപ്പോൾ എനിക്ക് രാത്രി അത് മാക്സിമം മുതലാക്കണം, എനിക്ക് അത്രയും ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ അത്രയും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പോൾ കൂടുതൽ റിഫൈൻഡ് കാർബ്സ്, നമ്മൾ പുറത്തൊക്കെ പോയിക്കാണെങ്കിൽ അധികം ആൾക്കാർ രാത്രി എന്തുണ്ടാവുക, വീട്ടിലത്തെ ഫുഡോ അല്ലെങ്കിൽ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ മെയിൻ ഫുഡ് അടി പുറത്തുനിന്നായിരിക്കും. ഇപ്പോൾ റിഫൈൻഡ് കാർബ്സ്, ഒരുപാട് ഷുഗറുള്ള സാധനങ്ങൾ, ഇങ്ങനത്തെ പല 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 സാധനങ്ങൾ ഇങ്ങനെ തുറക്കും നോമ്പാകുമ്പോൾ രാത്രി. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയൊക്കെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ ഫുഡ് കഴിക്കണത് ഈവൻ ഇഫ്താറിലാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ സുഹൂറിനാണെന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കാൻ പോകുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒറ്റയടിക്ക് സ്പൈക്ക് ആക്കും. ഇങ്ങനത്തെ സാധനങ്ങൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകളായിരിക്കും. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഇങ്ങനെ ഒറ്റയടിക്ക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ ഗ്ലൂക്കോസിനെ, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, എലവേറ്റഡ് ആയി നിൽക്കുന്നത് ശരിയല്ല. അതിന് കുറേ പ്രശ്നങ്ങൾ, നമ്മളെ ആവേഗങ്ങൾക്കും മറ്റു ഡാമേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, പാൻക്രിയാസ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ റിലീസ് ചെയ്യും. ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്ന് മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മളെ ബാക്കി കാര്യങ്ങൾക്ക്, അതായത് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സെല്ലുകൾക്കും മറ്റൊക്കെ. എന്നിട്ട് ബാക്കിയുള്ളത് ഫാറ്റായി കണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇൻസുലിൻ ഒന്നായിട്ട് സ്പൈക്ക് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒന്നായിട്ട് ഇങ്ങനത്തെ ഷുഗേഴ്സ്, ഫ്രൈഡ് ഫുഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ഒന്നായിട്ട് സ്പൈക്ക് ആവും. കാരണം ഗ്ലൂക്കോസ് ഒന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. അങ്ങനെ സ്പൈക്കായി ആ ഗ്ലൂക്കോസിനെ ഫുൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ബ്രെയിൻ എന്താ വിചാരിക്കുക വെച്ചാൽ നമ്മുടെ ബോഡിയിൽ തീരെ എനർജി ഇല്ല. ഒറ്റയടിക്ക് ഇൻസുലിൻ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തീരെ എനർജി ഇല്ല. അപ്പോൾ ഇനി ബാക്കി പ്രോസസ്സുകളൊക്കെ നിർത്താം, നമുക്ക് എന്ത് ചെയ്യാം, സർവൈവലിൽ ഫോക്കസ് ചെയ്യാന്നുള്ളൊരു മൈൻഡേക്കാരം. അപ്പോൾ മൈൻഡല്ല, ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഡീപ്പ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ തീരെ ഒന്നിനൊരു മോട്ടിവേഷൻ ഇല്ലാത്ത, ആകെ ഒരു ജസ്റ്റ് അവിടെ അങ്ങനെ കടന്നാൽ മതി എന്ന് തോന്നുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കാർബ് ഹെവി ആയിക്കാണ്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. അത് മാത്രമല്ല ഈ ഇൻസുലിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇത് ഫാറ്റ് സ്റ്റോറിങ് ഹോർമോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അതായത് ഗ്ലൂക്കോസ് ബാക്കിയുള്ളത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എടുത്തുകൊണ്ട് ഫാറ്റ് ആയിക്കാണ്ട് സ്റ്റോർ ചെയ്യുന്ന ആളാണ് ഇൻസുലിൻ. അപ്പോൾ ഈ ഇൻസുലിൻ എത്രത്തോളം കൂടുതൽ സ്പൈക്ക് ആവുണ്ടോ അത്രത്തോളം നമ്മളെ ബോഡീൻ്റെ ഒരു വിചാരം എന്താ വെച്ചാൽ, ഓക്കെ നമുക്ക് എക്സസ് എനർജി ഉണ്ട്, നമുക്ക് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനത്തെ ഷുഗർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ, ഈവൻ നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഒന്നും കഴിക്കണില്ലെങ്കിൽ പോലും നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഇൻസുലിൻ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ സ്പൈക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി മനസ്സിലാക്കുന്നത് ഇവിടെ ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ എക്സസ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് ലോസ് കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യില്ല, നടക്കൂല. ഇനി നാലാമത്തെ പ്രശ്നമാണ് സീയിങ് റമദാൻ ആസ് എ നൈറ്റ് ഫെസ്റ്റിവൽ. അതായത് ഈവനിങ് ആണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ തറാവിക്ക് ശേഷം എല്ലാവരും അങ്ങോട്ട് പുറത്തേക്കാണ് ഇറങ്ങുകയാണ്, എൻജോയ് ചെയ്യുക, ഫുൾ അങ്ങോട്ട് മുതലാക്കുക എന്നുള്ളതിൽ. ഇഷ്ടം പോലെ ഫുഡിൻ്റെ ഷോപ്പ് അല്ലെങ്കിൽ പർച്ചേസിങ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ തുറക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഫുൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, മുതലാക്കുക എന്നുള്ളൊരു മൈൻഡോട് കൂടി ഇറങ്ങുന്നുണ്ടാവും. എന്നിട്ട് എന്താ സംഭവിക്കുക, ഇതൊക്കെ ചെയ്താണ്ട് ഭയങ്കര ലേറ്റ് ആയിക്കാണ്ട് ഉറങ്ങാൻ പോകും. അങ്ങനെ ഉറങ്ങാൻ പോയിക്കാണ്ട് പിറ്റേ ദിവസത്തെ ഉറക്കം സ്വീപ്പാവും. എന്നിട്ട് രാവിലെ സൂര്യൻ എണീക്കുമ്പോൾ ആകെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങും. എന്നിട്ട് ആ ഒരു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ സ്ലീപ്പ് പ്രോബ്ലം ഉണ്ടല്ലോ, സ്ലീപ്പ് കൊളാപ്സ്, അതിലേക്ക് പോകും. അപ്പോൾ ഒരിക്കലും രാത്രി പുതിയ ഫുഡ് ട്രൈ ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷേ എല്ലാ ദിവസവും ആ രീതിയിൽ ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ കാണാതിരിക്കുക. ഒക്കേഷനിൽ നമ്മൾ ഫാമിലിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒക്കേഷനിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെ പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഡെയിലി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ ഇൻ ദ നെക്സ്റ്റ് ഡേ. ഇനി അഞ്ചാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ദ ബോക്സ് ടിക്കിങ് മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഞങ്ങൾ ഔട്ട്ലൈസ് ക്ലബ്ബിൽ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ ഈവൻ ആ ചലഞ്ചിൽ 4 പില്ലേഴ്സുകൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ റൂട്ടീൻ, എൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ സ്ലിപ്പ് ആവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റമദാനിൽ ഭയങ്കര ഈസിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ പില്ലേഴ്സുകൾ, നമ്മളെ ഫെയ്ത്ത്, പ്രയേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്താണ്ട് ബാക്കി എല്ലായിടത്തും നമ്മൾ ഫോക്കസ് ചെയ്യാതെക്കുക എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, റമദാനിൽ ഫെയ്ത്തിൻ്റെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് നല്ലോണ്ട്, അത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മളെ പേഴ്സണൽ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളെ പ്രൊഡക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഫിറ്റ്നസ് ആണെങ്കിലും, നമ്മളെ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു സ്ട്രക്ചറോട് കൂടി കീപ്പ് ചെയ്യും വേണം.
അപ്പോൾ ഞങ്ങൾ ഔട്ട്ലേഴ്സ് ക്ലബ്ബിൽ റമദാൻ തുടങ്ങുന്നതിൻ്റെ ഒരു 1 വീക്ക് മുമ്പ് ഒരു ഗസ്റ്റ് സെഷൻ വെച്ചിരുന്നു. കോച്ച് ബിൻഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോച്ചായിരുന്നു വന്നിരുന്നത് നമുക്ക് സെഷൻ എടുത്ത് തരാൻ. അപ്പോൾ അതിൽ മൂപ്പര് പറഞ്ഞെന്ന കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻസുലിൻ സ്പൈക്കിൻ്റെ കേസ്, കാർബുകൾ കഴിക്കുമ്പോഴുള്ള പ്രശ്നം, അതുപോലെ ഉറക്കത്തിൻ്റെ പ്രശ്നം, അതുപോലെ വർക്കൗട്ട് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ മൂപ്പരൊക്കെ നിന്ന് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സുകളും വെച്ചിട്ട് എങ്ങനെ ആക്ച്വലി നമുക്ക് റമദാനിൽ നമ്മളെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം, ഹൗ ടു ആക്ച്വലി ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് അവർ ലൈഫ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അതൊരു ഫീലിങ്ങോ മോട്ടിവേഷനോ കാര്യങ്ങളൊന്നും അല്ല. കൺട്രോൾ നമ്മളിങ്ങനെ പിടിച്ചു വെക്കല്ല, പകരം നമുക്ക് ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസത്തിൽ നമുക്കൊരു സ്ട്രക്ചർ വേണം, കറക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് സ്ലീപ്പിൻ്റെ കേസാണ്. അപ്പോൾ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ഉറങ്ങണതിൻ്റെ പകരം, അതായത് 4 മണിക്കൂർ ആദ്യം ഉറങ്ങി, പിന്നെ 3 മണിക്കൂർ ഉറങ്ങി, പിന്നെ 2 മണിക്കൂർ ഉറങ്ങി, അത് ടോട്ടൽ 9 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ മെച്ചമായിരിക്കും ഈവൻ നിങ്ങളൊരു 6-7 മണിക്കൂർ ഒറ്റ സിംഗിൾ സ്ട്രെച്ചിൽ ഉറങ്ങിയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. സിംഗിൾ സ്ട്രെച്ചിൽ എത്രത്തോളം കിട്ടാൻ പറ്റുമോ അത്രത്തോളം കിട്ടാൻ നോക്കുക. ഇനി രണ്ടാമത്തത്, മൂവ് യുവർ ബോഡി ഡെയിലി, ഈവൻ ലൈറ്റ്ലി. ഏത് ടൈപ്പ് വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിലും, വാക്കിംഗ് ആണെന്നുണ്ടെങ്കിലും, റണ്ണിങ് ആണെങ്കിലും, ജോഗിങ് ആണെന്നുണ്ടെങ്കിലും, സൈക്ലിംഗ് ആണെന്നുണ്ടെങ്കിലും, സ്കിപ്പിംഗ് റോപ്പ് ആണെന്നുണ്ടെങ്കിലും, പുഷപ്പ് എടുക്കുകയാണ്, പുള്ളപ്പ് എടുക്കുകയാണ്, അങ്ങനെ ഹോം വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ജിമ്മ് പോവാണ്, ഏതാണെന്നുണ്ടെങ്കിലും ടേക്കിംഗ് കെയർ ഓഫ് അവർ ബോഡി എന്നുള്ള ആ ഒരു ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൂവ് യുവർ ബോഡി അറ്റ്ലീസ്റ്റ് ഫോർ 30 മിനിറ്റ്സ് എ ഡേ. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത പോയിൻ്റാണ് ഈറ്റ് ഇൻ എ വേ ദാറ്റ് പ്രിസേർവ്സ് എനർജി. ക്രാഷുകളോ സ്പൈക്കുകളോ ഉണ്ടാക്കുന്ന രീതിയിലല്ലാതെ നമ്മൾ എനർജി ഒരു സ്റ്റേബിൾ ആയിക്കാണ്ട് കീപ്പ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. സുഹൂറിനാണെന്നുണ്ടെങ്കിലും ഇഫ്താറിനാണെന്നുണ്ടെങ്കിലും ഈ ലിക്വിഡ് ഷുഗേഴ്സും അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ഫ്രൈഡ് സാധനങ്ങളും മാക്സിമം ഒഴിവാക്കാം. നിങ്ങൾക്ക് എണ്ണക്കടി കാര്യങ്ങളൊക്കെ കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടാവും. സമൂസയും അതേപോലെ തന്നെ നമ്മളെ പൊക്കവടയും അതേപോലെ മുട്ട ബജി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിക്കണീന് ഞാൻ പറയാം ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ പകരം ഞങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും, 80-20 എന്നുള്ള ആ റൂൾ ഉണ്ടല്ലോ അവിടെ കീപ്പ് ചെയ്യുക. ഒരു 80% നിങ്ങൾ ഹെൽത്ത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 20% നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അതായത് നിങ്ങളൊരു ശനിയാഴ്ച വരെ, തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ എണ്ണക്കടിയും കാര്യങ്ങളൊന്നും വല്ല കഴിച്ചില്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് സമൂസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടത് കഴിക്കാം. പക്ഷേ നിങ്ങൾ എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ റമദാൻ എണ്ണക്കടിയിൽ മുക്കി പൊരിച്ച രീതിയിൽ ആക്കരുത്. കാരണം എനിക്കൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു ഹാബിറ്റ് ആയിരുന്നു എന്ത്, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ എണ്ണക്കടി ഇല്ലാതെ നോമ്പില്ല ആ ഒരു രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ കാണരുത്. അതേപോലെ തന്നെ ലിക്വിഡ് ഷുഗേഴ്സ്, ഈ ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൽ ഒരുപാട് പഞ്ചസാര ഇട്ടാണ്ട് കുടിക്കുക. ഫസ്റ്റ് തന്നെ നോമ്പ് തുറക്കുമ്പോൾ നല്ല ഷുഗറുള്ള സാധനം കുടിക്കുക. അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്തെയില്ല, ദാഹം മാറില്ല. പകരം ഉപ്പിട്ട നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പിട്ട ജസ്റ്റ് വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇലക്ട്രോലൈറ്റ്സും കിട്ടും. നാരങ്ങയിലുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ അതും കിട്ടും, നാച്ചുറൽ ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ നമ്മളെ ദാഹം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും. അപ്പോൾ ഇഫ്താറിൻ്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാറിയോ, വെള്ളത്തിനാണ് ഫസ്റ്റ്. ഇതേപോലെ ഉപ്പിട്ട രീതിയിൽ അങ്ങനെയൊക്കെ ഉപ്പിട്ട നാരങ്ങ വെള്ളം അല്ലെങ്കിൽ സാധാ ഉപ്പിട്ട വെള്ളമൊക്കെ അത്യാവശ്യം നല്ല കുടിക്കുക. കാരണം ബോഡി ഫുൾ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും ആ ഒരു ദിവസം ഫുള്ള്. അപ്പോൾ ഏറ്റവും പ്രാധാന്യം വെള്ളത്തിന് കൊടുക്കുക. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രോട്ടീന്, ഫാറ്റ്, എന്നിട്ട് ഫൈബർ, എന്നിട്ട് കൊടുത്താൽ മതി ആർക്ക്, നമ്മുടെ ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ പത്തിരി ഇതുപോലത്തെ കാർബോഹൈഡ്രേറ്റ്സിന്. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ സുഹൂറിനാണെന്നുണ്ടെങ്കിലൊക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾ അഥവാ ഉറങ്ങണൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫുഡ് കഴിച്ചേക്കിന് ഉറങ്ങാൻ പോകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടില്ല, അവിടെ ഡൈജഷനെ നടക്കുള്ളൂ. പകരം സൂറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഫ്താറായിക്കോട്ടെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗ്ലൂക്കോസിൻ്റെ കൂടുതൽ അപ്ടേക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡൈജഷൻ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി ആലോചിച്ചാൽ മതി. എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. വർക്കൗട്ട് എന്നല്ല, ജസ്റ്റ് ആ ഡൈജഷനും ആ ഒരു ബ്ലഡ് സർക്കുലേഷനും ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫുഡ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഉറക്കം സിംഗിൾ സ്ട്രെച്ചിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഫ്താറാണെങ്കിലും സുഹൂറാണെങ്കിലും ഏറ്റവും പ്രാധാന്യങ്ങൾ കൊടുക്കുന്നത് പ്രോട്ടീൻസിനാണ്. പിന്നെ നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ഒറ്റയടിക്ക് ഉറങ്ങണതിൻ്റെ പകരം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഉറങ്ങാതെ വെക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് നേരം ലൈറ്റ് മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇഫ്താറിൻ്റെ ടൈമിൽ. അത് ഉപ്പിട്ട നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളമൊക്കെ ആണെങ്കിൽ ഇലക്ട്രോലൈറ്റ്സും കൂടുതൽ കിട്ടും. പിന്നെ ഷുഗേഴ്സ്, അതുപോലെ ഫ്രൈഡ് ഫുഡ്സ് കാര്യങ്ങൾ, ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങൾക്ക് നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കണില്ല. ആ 80-20 റൂൾ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി നിങ്ങളെ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലായിക്കോട്ടെ. ആ ഒരു മൂവ്മെൻറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എനർജി ഉണ്ടാവും റമദാനിൽ. ഓക്കെ, ഇനിയിപ്പോൾ പ്രോട്ടീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പോയിന്റ് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈറ്റ് ടു ഫീൽ സ്റ്റേബിൾ നോട്ട് സ്റ്റഫ്ഡ്. അതായത് പള്ളം നിറയുന്നത് വരെ, കുത്തി നിറക്കണ വരെ അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്ന വരെ കഴിക്കരുത്. പകരം നമുക്കൊരു ഫുള്ളായിന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡീനെ പറയും മതി എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രോട്ടീൻസ് ആണ് കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ. കാർബോഹൈഡ്രേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോപ്പമിൻ കിട്ടുമ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു എനർജി കിട്ടുന്നുണ്ട്, നമ്മുടെ ബോഡി വീണ്ടും 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 ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പ്രോട്ടീൻ ആകുമ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് പറയും മതി, ഇത്ര മതി, നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ എന്ത് ചെയ്യുക, ഏകദേശം മതിയാകുമ്പോൾ നിർത്തുക. അവിടെയുള്ള ഫുള്ള് സാധനങ്ങളും കാലിയാക്കണം എന്നുള്ള മൈൻഡോട് കൂടി പോകരുത്.
ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അലേർട്ടായിട്ട് നിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് ഡീപ്പ് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മൂഡ് സ്വിങ്സും അതേപോലെ തന്നെ ഒരു മോട്ടിവേഷൻ ഇല്ലായ്മയും ആകെ ഒരു ലെത്താർജിക് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. റമദാൻ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റീവ് മന്ത് തന്നെ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു, കാരണം ഞാൻ മുമ്പത്തെ റമദാനിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഈ റമദാനിൽ ഞാൻ തുടക്കത്തിൽ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ പോയിന്റുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. അപ്പോൾ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇബാദത്ത് മാത്രം, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിന് മാത്രമല്ല നമ്മൾ ഈ ഒരു ഭാഗത്തിനും കൂടി എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക. നിങ്ങളെ സ്ലീപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ബോഡീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഫുഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഡോപ്പമീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു കൺട്രോൾ നിങ്ങൾക്ക് റമദാൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ മന്ത് ഓഫ് കംഫോർട്ട് സീക്കിങ്. അല്ലാതെ ഒരു ശരിക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അത് ഹെൽപ്പ് ചെയ്യില്ല. സോ ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ മൈൻഡിൽ വെക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.